മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും എന്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതിൽ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 12 ലക്ഷത്തോളം വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ട എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? ഈ പുതിയ സ്കീമിലേക്ക് ഏതാണ്ട് ഒരു 75% 80% ആളുകൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ ആകർഷിക്കാൻ പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടാകും? മറ്റൊന്ന് അടിസ്ഥാന വർഗത്തിനാണ്. അത് കർഷകർ അടക്കമുള്ളവർ എന്തൊക്കെയാണ് അവർക്കൊക്കെ എന്തൊക്കെയായിരിക്കും കരുതി വെച്ചിട്ടുണ്ടാകുക ഈ ബജറ്റിൽ? ഒപ്പം VBG റാംജി അതിൽ എങ്ങനെയായിരിക്കും കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകുക? കേന്ദ്ര വിഹിതം എത്രയുണ്ടാവും? സംസ്ഥാനം എത്രയാണ് അതിൽ നൽകേണ്ടത് എന്നൊക്കെയുള്ളതും ഒരു ചോദ്യമായി ഉണ്ടല്ലോ. അതെ ശ്യാമിലി, അതുതന്നെയാണ് മധ്യവർഗത്തിന് ഈ ബജറ്റിൽ എന്ത് ലഭിക്കും, അതുതന്നെയാണ് എല്ലാവരും ഉറ്റുന്നത്. കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ മധ്യവർഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത്. 12 ലക്ഷം വരുമാനമുള്ളവരൊക്കെ തന്നെ ഈ ടാക്സ് നെറ്റിൽ നിന്ന് പുറത്തായി. എന്നാൽ ഈ തവണ അതിൽ കൂടുതൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നില്ല മധ്യവർഗം. എന്നാൽ സ്ലാബിൻ്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറയുന്നു. ഈ സ്ലാബ് സിസ്റ്റം എന്നുള്ളത് മാറും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും എനിക്ക് വിദഗ്ധർ പറയുന്നത് സ്ലാബ് സിസ്റ്റം തുടരുമെന്ന് തന്നെയാണ്. അതിലൊരു മാറ്റം കാണുന്നില്ല എന്ന ഒരു പ്രവചനമാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ നടത്തുന്നത്. ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി 40 മിനിറ്റോ മറ്റോ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട രീതിയിൽ മധ്യവർഗത്തിനുള്ള ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് നിർമ്മല സീതാരാമൻ തൻ്റെ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും മധ്യവർഗം BJPയുടെ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തെ തൊടാത്ത ഒരു ബജറ്റും ഈ 13 വർഷവും BJP അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. അതുപോലെ അടിസ്ഥാന വർഗമുണ്ട്, കർഷകർ, അതുപോലെ തന്നെ കർഷക തൊഴിലാളിയുടെ കാര്യത്തിൽ കർഷകർക്ക് ഇപ്പോൾ 6000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വർധനയുണ്ടാവും? അത് 10,000 ഉയർത്തുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. അത് കർഷകർക്കുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായം അത് 6000 ഇപ്പോൾ, അത് 10,000 ഉയർത്തുമോ എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷം അതിൽ വർധനവ് 10,000 ആക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ ആ പ്രതീക്ഷ നടന്നില്ല. ഈ വർഷമെങ്കിലും ആ തരത്തിലുള്ള, കാരണം ബംഗാൾ, അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, അതേപോലെ തന്നെ ആസാമിലൊക്കെ തന്നെ കർഷകർക്ക് വളരെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. രാജ്യം നോക്കുന്ന ബജറ്റിന് ഏതാണ്ട് അരമണിക്കൂർ സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്.